റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള US നിർദ്ദേശം അംഗീകരിക്കാൻ യുക്രൈൻ സമ്മതം അറിയിച്ചു. 30 ദിവസത്തെ വെടിനിർത്തലിനാണ് യുക്രൈൻ സമ്മതം അറിയിച്ചിട്ടുള്ളത്. സൗദിയിലെ ജിദ്ദയിൽ നടന്ന സമാധാന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തലിന് വഴിതെളിഞ്ഞിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പോസിറ്റീവും ഏറെ ഫലപ്രദവുമായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. ജിദ്ദയിലെ ചർച്ചയിലൂടെ അമേരിക്കയും യുക്രൈനും ചേർന്ന് ഒരു നിർണായക ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും റഷ്യയും അതിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കരോലിൻ ലെവിറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇക്കാലമത്രയും സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാൻ യുക്രൈൻ ജനത കാട്ടിയ ധീരതയെ സമാധാന ചർച്ചകൾക്ക് ശേഷം അമേരിക്ക പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന അഭിനന്ദിച്ചു. പോരാട്ടത്തിന്റെ സമയം അവസാനിച്ചുവെന്നും ഇനി സമാധാനം പുനഃസ്ഥാപിക്കേണ്ട സമയം വന്നെത്തിയെന്നും പ്രസ്താവനയിലുണ്ട്. സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്നലെ സൗദി സന്ദർശിച്ചിരുന്നു. ഇരുവരും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു.